വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇവിടെ നമ്മൾ തൃശ്ശൂരാണ്. തൃശ്ശൂർ ശക്തനിലാണ് ഈ പരിപാടി നടക്കുന്നത്, ഫ്ലവർ ഷോ. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ പോയി ഒന്ന് കണ്ടാലോ. ഇത് അതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. 60 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. അങ്ങനെ നമ്മൾ എൻട്രൻസ് കൂടെ കയറി നമ്മൾ ഫ്ലവർ ഷോ കാണാൻ പോവുകയാണ് കേട്ടോ. ചിന്തിക്കാൻ പറ്റുമോ, ഇത് എന്തോരം പൂക്കളാണ്, പല കളറിൽ പല മോഡലിലുള്ള പൂക്കളാണ് ഇവിടെ കാണുന്നത്. പൂക്കൾ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. ശരിക്കും എന്തോന്ന് നത്ത വിരിച്ചിട്ട് പോലെയാണ് ശരിക്കും കാണുമ്പോൾ ഒരു ഭംഗി. ഇത്രയും നല്ല ഭംഗിയുള്ളൊരു ചെടി അഥവാ പൂവോട് കൂടി നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ആ പൂവിൻ്റെ ഒരു ഇത് കഴിയുന്ന വരെ നല്ല ഭംഗിയില്ല ചെടി നിൽക്കും. പിന്നെ ആ ചെടി മര്യാദയ്ക്കാവില്ല. ഇവരെങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യണേ ആവുമോ. ഈ ഫ്രഷ് പൂക്കളാണ് ഈ കാണുന്നത്. എന്തൊക്കെ കാണുന്നത്. ഇവിടെ കാണുന്നത് പറയുമ്പോൾ ഇലച്ചെടികൾ, അതേപോലെ തന്നെ മുള്ളുചെടികളാണ് കേട്ടോ. അതൊരു കള്ളിച്ചെടി ബേസിൽ മുള്ളൊക്കെ ആയിട്ട് നിൽക്കണുണ്ടല്ലോ അത്. ഇപ്പോൾ എല്ലാ മിക്ക വീടുകളിലും ട്രെൻഡായിട്ട് നിൽക്കുന്നത് ഇപ്പം ഇങ്ങനത്തെ ചെടികളൊക്കെയാണ്. ഇതുമ്പോൾ ശരിക്കും ഞാൻ ചെറുതായി തൊട്ടപ്പോൾ വേദനിച്ചു കേട്ടോ. നമ്മുടെ കയ്യിൽ കുത്തില്ലേ അത് ഞാൻ ഇങ്ങനത്തെ ആദ്യമായിട്ടാണ് കാണണം കേട്ടോ. പല ഡിസൈനിലും തന്നെയാണ് ഈ ഒരു നോക്കിയോ മത്തങ്ങ വലുപ്പമുള്ള ഒരെണ്ണം, അപ്പുറത്ത് നോക്കി റോസാപ്പൂവിൻ്റെ കളറിലുള്ള ഒരെണ്ണം. ഇത് എങ്ങനെ ഇതൊക്കെ ഉണ്ട്, ഇത് എവിടെയായിരുന്നു ഇത്ര നാളൊക്കെ. ഇവിടെ നോക്കിയാൽ പല ടൈപ്പുള്ള പൂക്കളായിട്ടായിരിക്കണം. ഇവിടെ നോക്കിയാൽ പല ടൈപ്പിലുള്ള ഇലച്ചെടി കാണാൻ കേട്ടോ. റോസ് ഇവിടെ അധികം കാണുന്നില്ല, വൈറ്റും റോസും മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഇലച്ചെടി കണ്ടത് പണ്ട് കാലത്ത് നമ്മൾ ശരിക്കും ഉണ്ടായിരുന്ന ഒരു വളർത്തിയിരുന്നതാണ്. പിന്നെ അത് ഒരെണ്ണം ഇല്ലാതെയായി. ഇപ്പോൾ വീണ്ടും ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. ഈ പടർത്തേക്കണ കണ്ട ഈ സംഭവം ശരിക്കും കുറച്ച് കാലം മുന്നേക്ക് വന്നിട്ടുള്ള ഒരു ട്രെൻഡിങ് ചെടിയാണ്. അപ്പോൾ ശരിക്കും പണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതാണ് ഭംഗിയിലൊക്കെ നട്ടു. പിന്നെ അതോടൊപ്പം ഇല്ലാതെ ആക്കി. പിന്നെ എല്ലാവരും മതിൽ കെട്ടി ചുമരുകളാക്കി. പിന്നെ അതിപ്പോൾ അതേ മതിൽ കെട്ടി ചുമരുമ്പോൾ തന്നെ ഇങ്ങനെ പടർത്തി ഇങ്ങനെ ഒരു പ്രത്യേക ഭംഗിയാക്കി തുടങ്ങിയിട്ടുണ്ട് ഈ ചെടി. ഇത് ശരിക്കും നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നീങ്ങുന്നത് നോക്കുമ്പോഴേ ശരിക്കും ഒരു ബട്ടർഫ്ലൈ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നിയിരുന്നു. എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടമായ ഒരു ഏരിയയായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് ദൂരം നടന്ന് കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഏരിയയാണ്. നിറയെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ അവിടെ കാണാൻ പറ്റിയത്. ഈ മയിലിൻ്റെ അടുത്തുനിന്ന് ഇപ്പോൾ എല്ലാവരും ഒരുവിധ ആൾക്കാർക്ക് ഫോട്ടോഷൂട്ട് എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും എടുത്തു കേട്ടോ. പൂക്കൾ എന്ന് പറഞ്ഞ സംഭവം ഇഷ്ടമില്ലാത്ത ആരല്ലേ. പൊളിച്ച് പൂക്കൾ സൂപ്പർ അട്രാക്റ്റീവ് കളറാണ് യെല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു പൂക്കൾ കാണുന്നത്. വെറൈറ്റി ആയിട്ട് വെറൈറ്റി പോലത്തെ പൂച്ചെടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ പേരൊക്കെ അറിഞ്ഞെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്യണേ. ചിന്തിക്കാൻ പറ്റാവുന്ന പൂക്കളുണ്ട് ഇവിടെ. കണ്ടമാനം പൂക്കളാണ്, കണ്ടമാനാണ്. ഫ്ലവർ ഷോ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയ പൂക്കൾ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലവർ ഷോ കാണാൻ വരുന്നത് തന്നെ. ഒന്നും പറയാനില്ല ഈ കണ്ട പൂക്കൾ കണ്ടിട്ട്. പല മോഡലിൽ വെറൈറ്റി ആയിട്ടുള്ള മുൾച്ചെടികളുണ്ട് കേട്ടോ ഇവിടെ.
മുസാണ്ട ടൈപ്പ് ചെടിയില്ലേ, എന്തോരാന്ന് പറയാ, റെഡും വൈറ്റും. ജാതി കോമ്പറ്റീഷൻ. ഇത് ഫുള്ള് റെഡ്. എന്തൊട്ട് ഭംഗിയ പൊന്നി. ഫുള്ള് റെഡ്, ഡാർക്ക് റെഡ്, ലൈറ്റ് റെഡ്, എന്തുന്നാ പറയണ്ടേ, വൈറ്റ്, തനി വൈറ്റ്, പിന്നെ റെഡും വൈറ്റും ഇടൽ കളർന്നത്. എൻ്റെ പൊന്നോ. ഇത് ഫുള്ള് ഇലച്ചെടികളാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ നമ്മൾ കണ്ടോട്ടേക്കിട്ട്, പക്ഷെ പേരുകളൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ പൂക്ക് പിന്നെ പറയാനില്ലല്ലോ, ചെത്തി. നമ്മൾ മറക്കില്ല, നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ കണ്ട് രസിച്ചിട്ടുള്ള ഒരു പൂവാണ് ചെത്തി. ഇത് നോക്കി എന്തോരം പൂക്കളാണ്, നോക്ക് എൻ്റെ പൊന്നോ. ഇത് പിന്നെ നമ്മുടെ ആന്തോറിയം. ഇതൊക്കെ ശരിക്കും നമ്മൾ നല്ല വില കൊടുത്ത് മേടിക്കുന്ന പൂക്കളാണ് കേട്ടോ. ശരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ബൊക്ക ഇതിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇതൊക്കെ. ഇത് ഭയങ്കര സംഭവമായിട്ടില്ല, ചെറിയ പാറക്കല്ലാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നോക്കിയ എന്തു രസകരമായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ശ്രീകൃഷ്ണൻ കണ്ട ആൽമറാണ്, ഒന്നും നോക്കാല്ലേ, അടിപൊളിയുണ്ട്. ഭയങ്കര സംഭവമായിട്ട് ഇത് നോക്കിയൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കരിങ്കല്ലാണ് കേട്ടോ. അത് ഫുള്ള് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, കരിങ്കല്ലാണ് ഇവർ ചെടി തയ്യാറാക്കിയേക്കണേ. ഒരു രക്ഷയില്ല കേട്ടോ സംഭവം. നോക്ക് നിങ്ങൾ, വഞ്ചി ഉണ്ടാക്കി വെച്ചേക്കണ പാറക്കല്ലുണ്ട്. എന്തൊട്ട കാണണേ. സംഭവം നോക്ക് നിങ്ങളുടെ, പാറക്കല്ലാണ് കേട്ടോ, ആൽമര. നമ്മുടെ ശ്രീകൃഷ്ണനാട്ടാ. നോക്ക്, ആൽമരാണ്, ഒന്നും നോക്കാല്ലേ. ഭയങ്കര സംഭവമായിട്ടാണ്. ഒന്നും നോക്കല്ലേ, നമ്മുടെ നാട്ടിലെ ശില്പികൾ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ശില്പികൾ കേട്ടോ. കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര സംഭവമാണ്. കണ്ട നമ്മുടെ മാലകരിക്കണ, എന്താ ഭയങ്കര സംഭവമാട്ടാ. ഞാൻ ഫ്ലവർ ഷോ എന്ന് പറയുമ്പോൾ ഞാൻ പൂക്കൾ മാത്രം പ്രതീക്ഷിച്ച് വന്നൊരു വ്യക്തിയാണ് കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ ഒരു വെറൈറ്റികൾ എനിക്ക് കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം, എന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നേറുള്ളൂ. നിങ്ങൾക്കൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ, സൂക്ഷിച്ച് നോക്കണേ. ഫ്ലവർ ഷോയുടെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.